സ്തപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത്സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ശ്രീരാമകൃഷ്ണ വചനാമൃതം വോള്യം 1 ഭാഗം 16 അധ്യായം 3 ആണ് ഇന്ന് നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ 1ഉം 2ഉം അധ്യായം എന്ന് പറയുന്നത് മാസ്റ്റർ മഹാശയന് ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് വന്ന് അതെ ഈ നിനക്ക് ഭഗവാൻ മാസ്റ്റർ മഹാശയനോട് പറയുന്നതാണ് നിനക്ക് സമയമായി എന്നുള്ളത്. അതായത് മന്ത്രദീക്ഷ സ്വീകരിക്കാൻ സമയമായി, അത് പാകപ്പെട്ടു എന്ന് ഭഗവാൻ മാസ്റ്റർ മഹാശയന് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അപ്പം ഇനി നമ്മൾ ആ മന്ത്രദീക്ഷ സ്വീകരിച്ച മാസ്റ്റർ മഹാശയനിലൂടെയാണ് ഇനി നമ്മൾ ബാക്കിയൊക്കെ കാണുന്നത്. അത് തികച്ചും വചനാമൃത വായനയിൽ നമ്മൾ തികച്ചും വ്യത്യസ്തമായ ഒരു ഘട്ടത്തിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. 1883 ഡിസംബർ 9 ഞായറാഴ്ച വൈകിട്ടാണ് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ഈ ഒരു സത്സംഗം ആരംഭിച്ചത്. അപ്പം ഇനി ഇവിടെ ഇത് ദീപാരാധന സമയം ആയി. അപ്പോൾ ദീപാരാധനയുടെ സമയത്ത് മാസ്റ്റർ ഇന്ന് രാത്രി ഇവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു. ഇന്ന് ഭഗവാനോടൊപ്പം മാസ്റ്റർ ഇന്ന് രാത്രി ഇവിടെ താമസിക്കും. അതാണ് 3-ാം അധ്യായത്തിൻ്റെ ആരംഭം. ഭഗവാനോടൊപ്പം ഇന്ന് താമസിക്കും. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലാണ് മാസ്റ്റർ മഹാശയൻ്റെ മന്ത്രദീക്ഷ നൽകി എന്ന സൂചന നമുക്ക് ലഭിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഈ അധ്യായത്തിലേക്ക് എത്തുമ്പോൾ അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്കൊരു പ്രത്യേകമായ ഒരു കാര്യം കൂടെ മാസ്റ്റർ മഹാശയൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുണ്ട്. കാരണം മാസ്റ്റർ മഹാശയനോട് ഈ മന്ത്രോപദേശം സ്വീകരിക്കണമെന്ന് ശ്രീരാമകൃഷ്ണദേവൻ ഇതിനു മുമ്പൊരിക്കൽ നിർദ്ദേശിച്ചതാണ്. കൃത്യമായി പറഞ്ഞാൽ 1882 ഒക്ടോബർ 16 അതാണ് 1882 ഒക്ടോബർ 16 ഭഗവാൻ മാസ്റ്റർ മഹാശയനോട് പറഞ്ഞതാണ് മന്ത്രദീക്ഷ സ്വീകരിക്കണമെന്ന്. ഭഗവാനിൽ നിന്ന് മന്ത്രദീക്ഷ സ്വീകരിക്കണമെന്ന് ഭഗവാൻ തന്നെ നിർദ്ദേശിക്കുക. അതാണ് വചനാമൃതം 4-ാം ഭാഗത്തിൽ അധ്യായം 3 നമുക്കത് കാണാം. അന്ന് മാസ്റ്റർക്ക് 27 അല്ലെങ്കിൽ 28 വയസ്സാണ്. 1 വർഷം മുമ്പാണ്. ഇപ്പോൾ 1 വർഷമേ കഴിഞ്ഞുള്ളൂ. ഈ 1883 ഡിസംബറാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. 1882 ഒക്ടോബറിലാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ ഒക്ടോബർ ടു ഒക്ടോബർ 2 മാസം കൂടെ ആയി. 14 മാസമായി. 1 വർഷവും 2 മാസവും കൂടി ആയി. അതാണ് കണക്ക്. നേരത്തെ പറഞ്ഞിട്ട് എടുക്കണമെന്ന് പറഞ്ഞിട്ട് 1 വർഷവും 2 മാസവും കൂടെ കഴിഞ്ഞ് ഇപ്പോഴാണ് മാസ്റ്റർ മഹാശയൻ അത്
ഭഗവാൻ ആ മന്ത്രദീക്ഷ നൽകുന്നത്, അല്ലെങ്കിൽ അതിന് പാകമായി എന്ന് ഭഗവാൻ ഇപ്പോൾ തീരുമാനമെടുത്ത് പറയുന്നത്. മാസ്റ്റർ മഹാശയൻ അന്ന് എന്തുകൊണ്ടാണ് ഒരു വർഷം മുമ്പ് എന്തുകൊണ്ടാണ് ഭഗവാൻ മാസ്റ്റർ മഹാശയനോട് പറഞ്ഞത് നീ മന്ത്രദീക്ഷ സ്വീകരിക്കണം എന്ന് പറയാനുള്ള കാരണം എന്ത്? അതിനൊരു കാരണമുണ്ടായി. കാരണം അന്ന് മാസ്റ്റർ ഒരു സ്വപ്നം കണ്ടിരുന്നു. അപ്പം ഈ സ്വപ്നം മാസ്റ്റർ മഹാശയൻ രാമകൃഷ്ണദേവനോട് പറഞ്ഞു. താൻ കണ്ട ആ ഒരു സ്വപ്നത്തെക്കുറിച്ച് ശ്രീരാമകൃഷ്ണദേവനോട് മാസ്റ്റർ മഹാശയൻ പറയുന്നുണ്ട്. അപ്പം അതെന്തെന്ന് വെച്ചാൽ, ഒരു കടലിൽ ഒരു കപ്പലിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നതായിട്ടാണ് മാസ്റ്റർ മഹാശയൻ സ്വപ്നം കാണുന്നത്. മാസ്റ്റർ മഹാശയൻ ഒരു കപ്പലിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നു കടലിലൂടെ. അങ്ങനെ നോക്കുമ്പോൾ ഒരു ബ്രാഹ്മണൻ കടലിന് മീതെ ഇങ്ങനെ നടന്നു പോകുന്നതായിട്ട് കാണുക. അപ്പോൾ എങ്ങനെയാണ് താങ്കൾ ഈ കടലിന് മുകളിലൂടെ നടന്നു പോകുന്നത് എന്ന് മാസ്റ്റർ മഹാശയൻ ആ ബ്രാഹ്മണനോട് ചോദിക്കുക. അപ്പോൾ ചോദിച്ചപ്പോൾ ആ ബ്രാഹ്മണൻ പറഞ്ഞ മറുപടി, വെള്ളത്തിനടിയിൽ ഒരു പാലമുണ്ടെന്നാണ്. അതായത് വെള്ളത്തിനോട് ചേർന്നൊരു പാലമുണ്ട്, ആ പാലത്തിലൂടെയാണ് ഞാൻ നടന്നു പോകുന്നത് എന്ന് ബ്രാഹ്മണൻ മറുപടി പറഞ്ഞു. എന്നിട്ട് പോകുന്ന സ്ഥലവും പറഞ്ഞ് ഭവാനിപ്പൂരിലേക്കാണ് പോകുന്നത്. ഈ ഭവാനിപ്പൂരിലേക്ക് പോകാൻ കടലിൽ കൂടെ പോകാൻ പറ്റില്ല. കാരണം ബംഗാളിലെ ഒരു പർഗാനയാണത്. അപ്പോൾ ഭവാനിപ്പൂരിലേക്ക് കടലിൻ്റെ അടിയിലുള്ള ഒരു പാലത്തിലൂടെ നടന്നു പോകുന്ന ഒരു ബ്രാഹ്മണനെ കാണുകയാണ്. കണ്ടാൽ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്നു പോകുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഭവാനിപ്പൂരിലേക്ക് പോവുകയാണ്. അപ്പോൾ മാസ്റ്റർ മഹാശയൻ പറഞ്ഞു, ഞാനും വരുന്നു, അങ്ങയുടെ കൂടെ ഞാനും വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, നിനക്ക് വരാൻ ഇനിയും സമയം പിടിക്കും. ഇപ്പം സമയം ആയില്ല, നിനക്കിനിയും സമയം പിടിക്കും. ഞാൻ നടക്കട്ടെ, ഈ വഴി നോക്കി വച്ചോ, നീ എൻ്റെ പിന്നാലെ പോരെ. ഇത്രയാണ് ആ ബ്രാഹ്മണൻ പറഞ്ഞു. അതോടെ ആ സ്വപ്നം അവസാനിച്ചു. ഇതാണ് സ്വപ്നം. അപ്പോൾ ആ നടന്നു പോയ ബ്രാഹ്മണൻ എന്ന് പറയുന്നെങ്കിൽ അത് ഭഗവാന്റെ ഒരു രൂപഘടനയിലാണ് മാസ്റ്റർ മഹാശയൻ സ്വപ്നത്തിൽ കാണുന്നത്. അതുകൊണ്ടാണ് ആ കഥ ഇവിടെ പറഞ്ഞത്. ഞാൻ എന്താണ് ഇങ്ങനെ ഒരു സ്വപ്നം കാണാൻ കാരണം എന്നുള്ള ആ ഒരു ആകാംക്ഷ കൊണ്ട് ഭഗവാനോട് മാസ്റ്റർ മഹാശയൻ ഈ സ്വപ്നം വിവരിച്ച് ചോദിച്ചതാണ്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്, നീ ഈ പറയുന്നത് കേട്ടിട്ട് എനിക്ക് രോമാഞ്ചമുണ്ടാകുന്നു എന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്. അതുകൊണ്ട് നീ എത്രയും വേഗം ഒരു മന്ത്രോപദേശം സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞു. നോക്കുക, അപ്പോൾ ഭഗവാൻ ഇത് മന്ത്രോപദേശം സ്വീകരിക്കാൻ പറഞ്ഞതാണ്. പക്ഷെ അത് സാധ്യമായില്ല. എന്തുകൊണ്ടാണ് സാധ്യമായത്? അന്നൊക്കെ മാസ്റ്റർക്ക് ഒരു വ്യാകുലത ഉണ്ടായിരുന്നു. മാസ്റ്റർ ഒരു വ്യാകുല ചിത്തനായിരുന്നു അന്നത്തെ കാലത്ത്. എന്നെന്താ വെച്ചാൽ, ഈ വിവേകവും വൈരാഗ്യവും ഒക്കെ ഉണ്ടെങ്കിലേ ഈശ്വര സാക്ഷാത്കാരം ലഭിക്കൂ എന്ന് ഭഗവാൻ പറയാറുണ്ട്. നമുക്ക് ഈശ്വര സാക്ഷാത്കാരം ലഭിക്കണമെങ്കിൽ വിവേകവും വൈരാഗ്യവും വേണം. അപ്പോൾ എന്നാൽ മാസ്റ്ററുടെ വിഷമം അതല്ല. വൈരാഗ്യം എന്ന് പറയുമ്പോൾ വിരക്തി എന്നുള്ള, അല്ലെങ്കിൽ എല്ലാത്തിനോടും ഒരു അത് വേണ്ട എന്ന് വെക്കാനുള്ളതാണ്. അന്നിത് ഭഗവാൻ പറഞ്ഞപ്പോൾ മാസ്റ്റർ യഥാർത്ഥത്തിൽ പേടിച്ചുപോയി. കാരണം മാസ്റ്റർ ഒരു തികഞ്ഞ ഗൃഹസ്ഥാശ്രമിയാണ്, ഭാര്യയും മക്കളുമുണ്ട്, കൂട്ടുകുടുംബ വ്യവസ്ഥിതിയാണ്. അപ്പോൾ കൂട്ടുകുടുംബവും ഭാര്യയും മക്കളും ഒക്കെ ഉള്ള ഒരാളോട് ഇനി മന്ത്രദീക്ഷ സ്വീകരിച്ചോ എന്ന് പറയുക മാത്രമല്ല, ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി വൈരാഗ്യമാണ് പ്രധാനമായും വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഈ കുടുംബമെല്ലാം ഉപേക്ഷിച്ച് താൻ ഇനി പോകേണ്ടി വരുമോ എന്നുള്ളൊരു ഭയം മാസ്റ്റർ മഹാശയനുണ്ടായി. അതുകൊണ്ട് ഭാര്യ പ്രശ്നമുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം
എന്ന് മാസ്റ്റർ മഹാശയൻ ചോദിച്ചു. ഭാര്യയുണ്ട് എനിക്ക്, അപ്പം ഞാൻ എന്ത് ചെയ്യണം എന്ന് ഭഗവാനോട് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഭാര്യയെ ഉപേക്ഷിക്കണം. നല്ല ആളോടാണ് അന്നത് പറഞ്ഞത്. ഭാര്യയെ ഉപേക്ഷിക്കണം. മാസ്റ്റർ ഇത് കേട്ടതോടുകൂടി അസ്തപ്രജ്ഞനായി സകലതും തളർന്ന് ഒരു ചുവരും ചാരി അങ്ങ് ഇരിപ്പായി. പിന്നെ അവിടെ നടന്നതൊന്നും ശ്രദ്ധിക്കാനുള്ള ശേഷിയില്ല. ഇനി എന്ത് ചെയ്യും എന്നുള്ളതായി. അങ്ങനെ ചാരി വളരെ വിഷണ്ണനായിട്ട് ചാരിയിരിക്കുക. അപ്പോൾ ഭഗവാന് മനസ്സിലായി ആള് കുഴഞ്ഞുപോയി എന്ന് ശ്രീരാമകൃഷ്ണദേവന് മനസ്സിലായി. അപ്പോൾ ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്ററുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യഥാർത്ഥ ഭക്തൻ അങ്ങനെ ആഗ്രഹിക്കുന്നു എങ്കിൽ ഭാര്യയും ആ വഴിക്ക് തന്നെ വരും. അതുകൊണ്ട് ഉപേക്ഷിക്കേണ്ടി വരില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ. കാര്യം ഭാര്യയും ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ വഴിയിലേക്ക് വരും. നിങ്ങൾ രണ്ടുപേരുമാണ് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് പോകുന്നത്. അത് കേട്ടപ്പോൾ മാസ്റ്റർ മഹാശയന് സമാധാനമായി. ഇങ്ങനെ ഒരു ഘടന ഇതിനു മുമ്പ്, അതാണ് ഭഗവാൻ ഏതാണ്ട് ഒരു വർഷം മുമ്പ് 1882 ഒക്ടോബർ 16 ഭഗവാൻ പറഞ്ഞതാണ്. ഇപ്പോൾ 1883 ഡിസംബർ 9 മാസ്റ്റർ മഹാശയൻ യഥാർത്ഥത്തിൽ മന്ത്രദീക്ഷ സ്വീകരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഈ വചനാമൃത വായനയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വചനാമൃതം, നമ്മൾ ഈ വചനാമൃതം എന്ന് പറയുന്നത് ഒരു ഘോര വനം പോലെ ഒന്നാണ്. ഒരു ഘോര വനത്തിന് തുല്യമാണ്. അപ്പോൾ ഈ ഘോര വനത്തിലൂടെ ഭക്തന്മാർ ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, വചനാമൃതം എന്ന് പറയുന്നത് തന്നെ ഒരു ഘോര വനാന്തരമാണ്. ഈ വനാന്തരത്തിലൂടെ ഒരു ഭക്തൻ സഞ്ചരിക്കുമ്പോൾ, ഈ വചനാമൃത വായനയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ എന്നർത്ഥം, ഏത് വഴിയിൽ കൂടി ഈ ഭക്തൻ പോകണം എന്ന് തീരുമാനിക്കുന്നത് ഭഗവാനാണ്. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. വചനാമൃത വായനയിലൂടെ ഒരു ഭക്തൻ മുന്നോട്ട് പോകുമ്പോൾ ആ ഭക്തൻ ഏത് വഴിയിലൂടെ മുന്നോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്നത് ഭഗവാനാണ്. അങ്ങനെ പോകുന്ന വഴികളിൽ, അങ്ങനെ ഒരു ഭക്തൻ ഈ വചനാമൃതത്തിനകത്തൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ വിവിധ തരം ബോധ്യങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. വ്യത്യസ്തമായ ബോധ്യങ്ങൾ ഇങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അതാണ് സഞ്ചരിക്കുന്ന ഒരു കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ വേണേൽ സഞ്ചരിക്കാം. കാര്യം കാട്ടിലൂടെ ഏത് വശത്തൂടെ വേണേൽ സഞ്ചരിക്കാം, ഏത് മാർഗത്തിലൂടെ വേണേൽ സഞ്ചരിക്കാം. കാര്യം കാടിൽ പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല, നമ്മൾ സൃഷ്ടിക്കുന്നതാണ് കാട്ടിലെ വഴി. അതാണ് കാടിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വചനാമൃതം ഒരു ഘോര വനാന്തരമാണ്. ഇവിടെ നമ്മൾ ഉണ്ടാക്കി പോകുന്ന വഴിയേ ഉള്ളൂ, അല്ലാതെ അവിടെ ഒരു ഒറ്റയടിപ്പാതയോ റോഡോ ഒന്നും നിർമ്മിക്കപ്പെട്ടിട്ടില്ല. ഈ വചനാമൃതമാകുന്ന ആ വനാന്തരത്തിലൂടെ നമ്മൾ തെളിച്ച് സ്വയം സൃഷ്ടിച്ചു പോകുന്ന വഴിത്താരയിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. അങ്ങനെ പോകുന്നതിന് ഭഗവാൻ ഏത് മാർഗത്തിലൂടെ അല്ലെങ്കിൽ ഏതൊക്കെ ഡയറക്ഷനിൽ പോകണം എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഒരാൾ സഞ്ചരിക്കുന്ന മാർഗത്തിലൂടെ ആയിരിക്കണമെന്നില്ല വചനാമൃതം വായിക്കുന്ന മറ്റൊരാൾ സഞ്ചരിക്കുന്നത്. കാരണം ഓരോ വ്യക്തിയും ഈ വചനാമൃതം വായിക്കുമ്പോൾ ഓരോ തരം ബോധ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എനിക്കുണ്ടാകുന്ന ഒരു ബോധ്യമാകണമെന്നില്ല മറ്റൊരാൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്നത്. തികച്ചും വ്യത്യസ്തമായിരിക്കും. വചനാമൃതം ഓരോ വ്യക്തികളിലും സൃഷ്ടിക്കുന്ന പ്രതിഫലനങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. ഒരേ പുസ്തകമാണ് നമ്മൾ രണ്ടുപേരും വായിച്ചത് എന്ന് പോലും നമുക്ക് തോന്നൂല. രണ്ട് പുസ്തകം വായിച്ച പോലെ ഇരിക്കും. അപ്പോൾ ഈ വിവിധ സംഭവങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്.
ഈ വിവിധ സംഭവങ്ങളുടെ കണക്ഷൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അറിയാൻ പറ്റും. ഇതിൽ വരുന്ന ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അതിൻ്റെ കണക്ഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇതെന്തിനാണ് ആ സമയത്ത് ഇത് പറഞ്ഞത്, അല്ലെങ്കിൽ പിന്നീട് ഇത് പറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്, ഈ രണ്ടും തമ്മിലുള്ള കണക്ഷൻ കിട്ടുന്നത് ഈ സഞ്ചാരത്തിനിടയിലാണ്. ഇപ്പോൾ നമ്മൾ ഈ 1882 ഒക്ടോബർ 16 സംഭവിച്ച ആ അധ്യായം വായിച്ചു വരുമ്പോൾ മാസ്റ്റർ മഹാശയൻ ഭയത്തോടു കൂടി ആ ഭഗവാൻ അങ്ങോട്ട് അഭ്യർത്ഥിച്ചിട്ട് പോലും അല്ലെങ്കിൽ നിർദ്ദേശം കൊടുത്തിട്ട് പോലും മന്ത്രദീക്ഷ സ്വീകരിക്കുന്നില്ല. പക്ഷെ പിന്നീട് ഇത് കാണുന്നത് 4ാം ഭാഗത്തിലാണ് നമ്മൾ ഇത് ആദ്യം കണ്ടത്. പിന്നെ 16ാം ഭാഗം എത്തുമ്പോഴാണ് മാസ്റ്റർ മഹാശയൻ മന്ത്രദീക്ഷയുടെ പക്ഷത്തേക്ക് മാറുന്നത്. ഈ കണക്ഷൻ കിട്ടുന്നത് ഇത്തരം ബോധ്യങ്ങളിലൂടെയാണ്. ഈ സഞ്ചാരത്തിൻ്റെ ഇങ്ങനെ അനവധി ബോധ്യങ്ങൾ നമുക്ക് ഇതിൽ കൂടെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ ഓരോരുത്തരും ഓരോ അനുഭവങ്ങളിലൂടെ ഈ വചനാമൃതത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. കാരണം ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം ഇത് ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മളുടെ ആ സഞ്ചാരം ഈ ഒരു രൂപത്തിലായിരിക്കും. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ സഞ്ചാര പഥം എന്ന് പറയുന്നത്, ഈ വചനാമൃതത്തിനകത്തൂടെയുള്ള നമ്മുടെ സഞ്ചാര പഥം എന്ന് പറയുന്നത് ഈ ഒരു ബോധതലത്തിലൂടെയായിരിക്കും. അതായത് മാസ്റ്ററോട് ഭഗവാൻ ഒരു കാര്യം ഇതിപ്പോൾ നമ്മൾ ഇനിയുള്ള വായനയിൽ വരുന്നൊരു വ്യത്യാസം, നമ്മൾ ചിലപ്പോൾ പിറകോട്ട് പോകേണ്ടി വരും. കുറേ അതായത് ഒരു കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വനത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്, നമ്മൾ അത് മാത്രമല്ല വെച്ചാൽ മതി. ഈ വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായോ നമ്മൾ ഒരിടത്തും എത്തിയില്ലല്ലോ, ഇത് ആകെ വഴി തെറ്റിയോ, നമ്മളിനി മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ മുന്നോട്ട് പോയാൽ വേണ്ട രീതിയിൽ നമുക്ക് എത്താൻ പറ്റുമോ, വേറെ എവിടെയെങ്കിലും എത്തിച്ചേരുമോ എന്നൊക്കെ ഒരു സംശയം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ തിരിഞ്ഞു കിടക്കും. തിരിഞ്ഞ് നടന്ന് ചിലപ്പോൾ ആദ്യം വന്ന സ്ഥലത്ത് വന്ന് നോക്കുമ്പോഴാണ് വേറൊരു വഴി കാണുന്നത്. അപ്പോൾ നമ്മൾ അതിലേ പോകും. ഇതാണ് കാനനത്തിൽ കൂടെയുള്ള സഞ്ചാരത്തിൻ്റെ ഒരു ശൈലി. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. വായിച്ച് നമ്മളൊരു ഘട്ടത്തിലെത്തുമ്പോൾ പിന്നെ തിരിച്ചു വരേണ്ടി വരും. തിരിച്ചു വന്ന് വേറൊരു വഴി കൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടി വരും. ഈ സഞ്ചാരപഥങ്ങൾ നമുക്കിനി അനുഭവപ്പെടാൻ തുടങ്ങും. അതാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ അതിനകത്ത് ഒരു ഉദാഹരണം പറയാം. ഒരിക്കൽ ഭഗവാൻ പറഞ്ഞ ഒരു കാര്യം കൂടെ ഇവിടെ നമുക്കൊന്ന് ഓർക്കാൻ പറ്റും. ഇത് വളരെ ആദ്യം ഈ വചനാമൃതത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കണ്ട ഒരു ഭാഗമാണ്. അതുകൂടെ ഇവിടെ ഞാൻ ഇപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അതിവിടെയാണ്. അതായത് ഭഗവാൻ എപ്പോഴും നമ്മോട് പറയാറുണ്ട്, അല്ലെങ്കിൽ ഈ വചനാമൃതം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു, നമ്മളെ ബോധ്യപ്പെടുത്തുന്ന, അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ തരം ബോധ്യപ്പെടുത്തലുകളാണ് ഇനി വരുന്നത്. അപ്പോൾ ഭഗവാൻ ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങളിൽ ഒരു കാര്യം എപ്പോഴും ഭഗവാൻ പറയും, ഏകാന്തത്തിൽ പോയി ഇരിക്കണം. നിങ്ങൾ ഏകാന്തത്തിൽ പോയി ഇരിക്കണം. അപ്പോൾ ഈ ലോക വ്യവഹാരങ്ങളിൽ നിന്നും മാറി ഏകാന്തത്തിൽ പോയിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ബോധത്തിൽ തോന്നും, അപ്പോൾ നമ്മൾ ഇനി ഏതെങ്കിലും ആളൊഴിഞ്ഞ സ്ഥലത്ത് പോയി ഇരിക്കലാണോ, അതോ ഇനി കാട്ടിൽ പോയി തന്നെ ഇരിക്കലാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ഷേത്രത്തിലോ ആശ്രമത്തിലോ ഒക്കെ പോയി തിരക്കില്ലാത്ത സ്ഥലത്ത് പോയി ഇരിക്കലാണോ ധ്യാനിക്കാനായിട്ട്, അല്ലെങ്കിൽ അതുപോലെ കടപ്പുറത്ത് പോയി ഇരിക്കണം. ഇങ്ങനെ നമ്മൾ ഏകാന്തത്തിൽ പോയി ഇരിക്കണം എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ഓരോ ധാരണകൾ കയറി വരും. ഇപ്പം തന്നെ ഏകാന്തത്തിൽ പോയിരിക്കൂ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ വരുന്ന ധാരണയായിരിക്കണമെന്നില്ല വേറൊരാളുടെ മനസ്സിൽ വരുന്ന ധാരണ. ആ ഏകാന്തത്തെ നമ്മൾ ഓരോരുത്തരും ഓരോ തരത്തിൽ കാണും. ചിലരത് ആശ്രമങ്ങളായിട്ട് കാണും, ചിലർ ക്ഷേത്രങ്ങളായിട്ട് കാണും, ചിലർ കാടായിട്ട് കാണും, ചിലർ കടപ്പുറമായിട്ട് കാണും, അങ്ങനെ പല 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 രൂപത്തിൽ കാണും. പക്ഷെ ഇവിടെ ഭഗവാൻ ഏകാന്തത്തിൽ പോയി ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ മാസ്റ്റർ മഹാശയനുണ്ടായ ബോധം, അതാണ് മാസ്റ്റർ മഹാശയനാണ് നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് മാസ്റ്റർ മഹാശയനാണ്. മാസ്റ്റർ മഹാശയനാണ് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. മാസ്റ്റർ മഹാശയനിലൂടെയാണ് നമ്മൾ ഭഗവാനെ അടുത്തറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ നമുക്ക് വേറെ മാർഗമില്ലല്ലോ. അപ്പോൾ ഇവിടെ ഏകാന്തത്തിൽ ഇരിക്കുന്നതിനെക്കുറിച്ച് ഭഗവാൻ
ഒരു ഇൻ്റർപ്രട്ടേഷനെ കുറിച്ച് ഭഗവാൻ പറഞ്ഞതിനെ മാസ്റ്ററോട് രഹസ്യമായി പറഞ്ഞ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട് ഇതിന് തൊട്ടു മുമ്പ്. അതായത് വചനാമൃതത്തിൽ 78-ാമത്തെ പേജ് എങ്ങാണ്ടാണ് വരുന്നത്. 78-ാമത്തെ പേജ് വരും. മുമ്പൊരിക്കൽ രഹസ്യമായിട്ട് ഗുരുദേവൻ മാസ്റ്ററോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈശ്വരനിൽ ശുദ്ധമായ ഭക്തിയില്ലെങ്കിൽ ഒരു ഗതിയുമില്ല. എന്നാൽ ആരെങ്കിലും ഈശ്വര സാക്ഷാത്കാരത്തിന് ശേഷം സംസാരത്തിൽ ജീവിക്കുകയാണെങ്കിൽ അയാൾക്കൊരു ഭയത്തിനും കാരണമില്ല. അത് രഹസ്യമായി ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്ററോട് ചെവിയിൽ പറഞ്ഞ കാര്യമാണ്. ഈശ്വരനിൽ ശുദ്ധമായ ഭക്തിയില്ലെങ്കിൽ ഗതിയില്ല. ഈശ്വര സാക്ഷാത്കാരത്തിന് ശേഷം സംസാരത്തിൽ ജീവിക്കുകയാണെങ്കിൽ, ഈ ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ അയാൾക്കൊരു ഭയപ്പെടേണ്ട കാര്യവുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഏകാന്തത്തിൽ ചെന്നിരുന്ന് സാധനകൾ അനുഷ്ഠിച്ച് ശുദ്ധ ഭക്തി നേടാൻ കഴിഞ്ഞാൽ പിന്നെ സംസാരത്തിലിരുന്നാലും യാതൊരു ഭയത്തിൻ്റെ ആവശ്യമില്ല, ഭയമുണ്ടാവില്ല. ചൈതന്യദേവന് ഗൃഹസ്ഥ ഭക്തന്മാരും ഉണ്ടായിരുന്നു. ഇതിനു മുമ്പുള്ള അവതാരത്തെക്കുറിച്ചും കൂടെ സൂചിപ്പിച്ചു. ചൈതന്യദേവന് ഗൃഹസ്ഥ ഭക്തന്മാരും ഉണ്ടായിരുന്നു. പക്ഷേ അവർ പേരിൽ മാത്രമേ ഗൃഹസ്ഥന്മാരായിരുന്നുള്ളൂ. കാരണം അവരെല്ലാം അനാസക്തരായാണ് ജീവിച്ചിരുന്നത്. ഇതാണ് നേരത്തെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാലത്തുണ്ടായിരുന്ന ഗൃഹസ്ഥാശ്രമികളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത്. അവർ പേരിന് മാത്രമാണ് ഗൃഹസ്ഥാശ്രമികൾ, അവരെല്ലാം അനാസക്തരായിരുന്നു. ഇവിടെ ഭഗവാൻ ഈ അനാസക്തിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിൻ്റെ കാര്യം എന്തെന്ന് വെച്ചാൽ, ഏകാന്തത്തിൽ ഇരിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞതിനെ മാസ്റ്റർ മഹാശയൻ പിന്നീട് എടുത്തത് എങ്ങനെയെന്ന് വെച്ചാൽ, അതായത് ഭഗവാന്റെ ദേഹത്യാഗത്തിനൊക്കെ ശേഷം ഉള്ള കാര്യമാണ്. ഭഗവാന്റെ ദേഹത്യാഗത്തിന് ശേഷം പിന്നീട് മാസ്റ്റർ മഹാശയൻ അവിടെ 4 നിലക്കെട്ടുള്ള മോഡേൺ സ്കൂളൊക്കെ തുടങ്ങുകയും അവിടെ അങ്ങനെയുള്ള ഭൗതികമായ ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട് മാസ്റ്റർ മഹാശയൻ്റെ ജീവിതത്തിൽ. അപ്പോൾ അവിടെയും താമസമുണ്ട്, അതിൻ്റെ 4-ാം നിലയിലും താമസിക്കുന്നുണ്ട്. കൂടാതെ ഠാക്കൂർബാടി, ഈ മാസ്റ്റർ മഹാശയൻ്റെ ആദ്യത്തെ വീട്ടിലും താമസിക്കുന്നുണ്ട്. വചനാമൃതമൊക്കെ ഇരുന്ന് ആ നോട്ടുകൾ കുറിച്ച് ആ പഴയ വീട്ടിലും താമസമുണ്ട്. മാസ്റ്റർ മഹാശയൻ ഇവിടെ പറഞ്ഞത് ഏകാന്തത്തിൽ ഇരിക്കുക എന്ന് മാസ്റ്റർ മഹാശയൻ പിന്നീട് അനുഷ്ഠിച്ച ഒരു ധർമ്മം അല്ലെങ്കിൽ ഒരു ശൈലി അല്ലെങ്കിൽ ഒരു രീതി എന്തെന്ന് വെച്ചാൽ, വചനാമൃതത്തിലൂടെ സഞ്ചരിക്കുന്നതാണ് ഏകാന്തത്തിലിരിക്കുക. അതായത് വചനാമൃതത്തിൽ മുഴുകിയിരിക്കുന്ന ഒരാൾ എവിടെയാണിരിക്കുന്നു അവിടെ ഏകാന്തമാണ്. അതാണ് ഏകാന്തത്തിലിരിക്കുന്നതിന് വചനാമൃതം എങ്ങനെ സഹായകമാകുന്നു എന്ന് പറയുന്നത്. വചനാമൃതം കയ്യിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എപ്പോഴും ഏകാന്തത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. കാരണം അതുകൊണ്ടാണ് ഞാൻ ആ വനാന്തരത്തിൻ്റെ ഉദാഹരണം പറഞ്ഞത്. വചനാമൃതമാകുന്ന ആ വനാന്തരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഒരാൾ, അയാൾ ഏത് ചുറ്റുപാടിലാണ് ഇരുന്ന് വചനാമൃതം തുറന്ന് വായിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിൽ ആ ഇരിക്കുന്ന സ്ഥലം ഏകാന്തമായ സ്ഥലം തന്നെയാണ്. അവിടെ ലൗകികമായ ഒന്നും ആ വ്യക്തിയെ അലട്ടുകയേയില്ല. അത്രയും ഏകാന്തവും അത്രയ്ക്കുമേൽ ആ ഏകാഗ്രതയും കൊണ്ട് നമുക്ക് ഒരു സ്ഥലത്തിരിക്കാൻ പറ്റുന്നതിന് പര്യാപ്തമാണ് വചനാമൃതത്തിലൂടെയുള്ള സഞ്ചാരം. അപ്പോൾ വചനാമൃത വായന തന്നെ ഒരു ഏകാന്തത്തിലിരിപ്പാണ്. ഇതാണ് ഭഗവാൻ മാസ്റ്റർ മഹാശയൻ സ്വീകരിച്ച, പിന്നീട് തൻ്റെ അന്ത്യകാലം വരെ സ്വീകരിച്ചത്. ഇത് വായിക്കാൻ പറ്റാതെ വന്ന ചില സന്ദർഭങ്ങളുണ്ട്. മാസ്റ്റർ മഹാശയൻ ഇത് അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഈ വചനാമൃതത്തിൻ്റെ ആ എഴുതിയ ഭാഗങ്ങൾ അവിടെ മാസ്റ്റർ മഹാശയൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ മാസ്റ്റർ മഹാശയൻ ചില ആളുകൾ വരുമ്പോൾ, ചിലപ്പോൾ ബ്രഹ്മചാരികൾ, പിന്നീട്
പിന്നീടുള്ള കാലമാണ് പറഞ്ഞത്. ബ്രഹ്മചാരികൾ വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യുവ സന്യാസിമാരൊക്കെ വരുമ്പോൾ മാസ്റ്റർ മഹാശയൻ അല്ലെങ്കിൽ ആര് വരുന്നു അവരെ കൊണ്ട് മാസ്റ്റർ മഹാശയൻ ഇത് വായിപ്പിക്കും. ഇത് വായിക്കുന്ന സമയത്ത് മാസ്റ്റർ മഹാശയൻ ഇവിടെ മുഴുവൻ ആ ഇരിക്കുന്ന ആ ശരീരം മാത്രമേ അവിടെ ഉള്ളൂ. അത് കഴിയുമ്പോഴേക്കും മാസ്റ്റർ മഹാശയൻ പൂർണ്ണമായും ആ ഭഗവത് സന്നിധിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അത് ആ സംഭാഷണങ്ങൾ കേട്ടിരിക്കുമ്പോൾ പൂർണ്ണമായും താൻ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് പൂർണ്ണമായും ഒഴിഞ്ഞു കഴിഞ്ഞു. അതാണ് വചനാമൃത വായന തന്നെയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏകാന്തത്തിൽ ഇരിക്കുന്നതിന് തുല്യമായി തീരുന്നത്. അതാണ് ഈ വായനയുടെ വചനാമൃത വായനയുടെ പ്രത്യേകതയും അത് തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ അത് അത്തരം ഒരു കാര്യം ഒന്ന് റിവൈൻഡ് ചെയ്തു എന്നേ ഉള്ളൂ. ആ വിഷയം ഞാനൊന്ന് റിവൈൻഡ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് മുന്നോട്ടും പിന്നോട്ടും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇനി വരുന്നതെല്ലാം അങ്ങനെയാണ്, മുന്നോട്ടോ പിന്നോട്ടോ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും നമ്മൾ. ഇത് ഒരേ പാറ്റേണിലല്ല പോകുന്നത് എന്ന് മാത്രം. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ അറിയാം, എങ്ങനെയാണ് മാസ്റ്റർ മഹാശയൻ ഈ അവസ്ഥയിലേക്ക് എത്തിയത്. അതായത് നമ്മളിപ്പോൾ ഈ മന്ത്രദീക്ഷ സ്വീകരിച്ച ആ സന്ദർഭം വരെയുള്ളതാണ് പറയുന്നത്. അതായത് 1883 ഒക്ടോബർ വരെയുള്ള ആ കാര്യമാണ്. ഈ പ്രസൻറ്റ് സിറ്റുവേഷനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഇവിടെ വരെ എങ്ങനെയാണ് എത്തിയത് എന്ന് നമുക്കൊന്ന് വെറുതെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ രസകരമാണ് ആ യാത്ര. അതായത് എങ്ങനെയാണ് ഇത് ആദ്യം ഭഗവാന്റെ അടുത്ത് മാസ്റ്റർ മഹാശയം വന്നത് എന്ന് മുതൽ വളരെ ഷോർട്ടായിട്ട് നമ്മളൊരു കഥ ഇതുവരെ എന്ന് ചിലടത്ത് കണ്ടിട്ടില്ലേ, അതേപോലെ ഒന്ന് വെറുതെ ഒന്ന് പിന്നോട്ട് സഞ്ചരിച്ചു നോക്കാം. അപ്പം ആദ്യമായി ഭഗവാനെ കാണാനായിട്ട് വന്നപ്പോൾ മാസ്റ്റർ മഹാശയൻ എന്താണ് തോന്നിയത് ശരിക്കും? അപ്പോൾ മാസ്റ്റർ മഹാശയൻ മനസ്സിൽ തോന്നിയത് ഈ സൗമ്യൻ ആര് എന്നാണ് ആദ്യമായി മനസ്സിലുണ്ടായ ഒരു ചോദ്യം. ഈ സൗമ്യൻ ആര്? അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നതിന് എനിക്ക് ആഗ്രഹം തോന്നുന്നുവല്ലോ. അതായത് ഭഗവാനെ കണ്ടതിന് ശേഷം തിരിച്ച് ആദ്യ സന്ദർശനം കഴിഞ്ഞ് പ്രഥമ ദർശനം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയിരുന്ന സന്ദർഭത്തിൽ മാസ്റ്റർ മഹാശയൻ മനസ്സിൽ വീട്ടിലിരുന്നപ്പോൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നതാണ്. ആദ്യത്തെ തവണ വന്നു, കണ്ടു, മടങ്ങിപ്പോയി, ഒരു സംഭാഷണവും അവിടെ നടന്നില്ല, നമുക്കറിയാം. അപ്പോൾ വീട്ടിൽ ചെന്നതിന് ശേഷം മാസ്റ്റർ മഹാശയൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം ആയപ്പോഴേക്കും ഈ തോന്നൽ വന്നു. എന്ത് തോന്നി? എനിക്ക് അദ്ദേഹത്തെ കാണണം എന്നുള്ള തോന്നൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ആഗ്രഹം ഉണ്ടായിരിക്കുന്നുള്ളൂ. പുസ്തകം പോലും പഠിക്കാതെ ഇങ്ങനെ വലിയവനാകാൻ പറ്റുമോ ഒരു മനുഷ്യന്? പുസ്തകം പോലും പഠിക്കാതെ. വല്ലാത്തൊരാശ്ചര്യമായിരിക്കുന്നു. വീണ്ടും വരണമെന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് ആദ്യ ദർശനത്തിന് ശേഷം മാസ്റ്റർ മഹാശയനിലുണ്ടായ ആദ്യത്തെ ആ ഒരു തോന്നൽ. ഇനി രണ്ടാമത് എന്ത് സംഭവിച്ചു? അത് കഴിഞ്ഞെന്ത് സംഭവിച്ചു? ശ്രീരാമകൃഷ്ണദേവനെ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ കണ്ടതു മുതൽ സദാ നേരവും അദ്ദേഹത്തെക്കുറിച്ചുള്ള ചിന്ത മാത്രമായി മനസ്സിൽ. സദാ ആ ചിന്ത, ഭഗവാനെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ മനസ്സിലുള്ളൂ. വേറെ ഒന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല, ഒന്നും അറിയുന്നു പോലുമില്ല. ഇങ്ങനെയായിട്ടു സർവ്വതും സർവ്വതും ആ ആനന്ദമൂർത്തിയെ കാണുന്നു എന്ന് പറഞ്ഞാൽ മതി. എല്ലായിടത്തും ആ ആനന്ദമൂർത്തിയെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അമൃതമയമായ വാണികൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ദരിദ്ര ബ്രാഹ്മണൻ, അത് അണ്ടർലൈൻ ചെയ്യണം ആ വാക്ക്, ഒരു ദരിദ്ര ബ്രാഹ്മണൻ എങ്ങനെയാണ് ഇത്തരം വലിയ തത്വങ്ങളൊക്കെ പ്രസംഗിക്കുന്നത്? എങ്ങനെയാണ് ഒരു മാസ്റ്റർ മഹാശയൻ്റെ തോന്നലാണ് അന്നത്തെ തോന്നൽ. ഇത് അന്നത്തെ തോന്നലായിട്ട് ഇത് അന്ന് സ്റ്റാർട്ട് ചെയ്യുക. മാസ്റ്റർ മഹാശയനിലേക്ക് പരിവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് വരുന്നത്. അതിൻ്റെ ഒരു ഇതായിട്ടാണ് പറയുന്നത്. അപ്പം അന്ന് മാസ്റ്റർ മഹാശയന് തോന്നി ഈ കണ്ടപ്പോൾ ദരിദ്ര ബ്രാഹ്മണനാണ്. ഈ ദരിദ്ര ബ്രാഹ്മണന് എങ്ങനെയാണ് ഇത്തരം ഗംഭീര തത്വങ്ങളൊക്കെ അനുസന്ധാനം ചെയ്യാൻ കഴിയുന്നത്? കാരണം വായിച്ചാലേ വിവരം ഉണ്ടാകൂ, അല്ലെങ്കിൽ വായനയിലൂടെയാണ് എല്ലാം നേടുന്നതെന്നുള്ള ഒരു സോക്കോൾഡ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രോഡക്റ്റാണ് മഹേന്ദ്രനാഥ ഗുപ്ത എന്ന മാസ്റ്റർ മഹാശയൻ. ആ ചിന്തയുമായി വന്ന ആളാണ്
ചിന്തിക്കുന്നത് ഈ ദരിദ്ര ബ്രാഹ്മണനായ ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഇത്തരം തത്വങ്ങളൊക്കെ മനസ്സിലായത് അല്ലെങ്കിൽ പറയാൻ പറ്റുന്നത്? ഇതൊക്കെ എങ്ങനെയാണ് അറിഞ്ഞത്? ഇതൊക്കെ ലളിതമായി പറഞ്ഞു തരാൻ എങ്ങനെയാണ് കഴിഞ്ഞത്? ഇങ്ങനെയുള്ള ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി എന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാനൊക്കും? ഇത് വീട്ടിൽ ഇരുന്ന് ചിന്തിക്കുന്നതാണ് അന്നത്തെ സമയത്ത്. രാപ്പകൽ ഇത് തന്നെയാണ് ആലോചന. ഇതായിരുന്നു മാസ്റ്റർ മഹാശയൻ്റെ സ്റ്റാർട്ടിങ്, തുടക്കം. പിന്നെന്ത് സംഭവിച്ചു? മാസ്റ്റർ മഹാശയൻ നേരെ അവിടെ ചെല്ലുന്നു. ഭഗവാന്റെ അടുത്ത് ചെന്നപ്പോൾ ഭഗവാൻ പറഞ്ഞ ആ വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ദേ പിന്നെയും വന്നു. അപ്പോൾ അതിന് കറുപ്പിൻ്റെ ലഹരി പിടിച്ചിട്ട് ഒരു മയിൽ പിന്നെയും വരുന്ന ഉദാഹരണമാണ് മാസ്റ്റർ മഹാശയനെ കുറിച്ച് ഭഗവാൻ അന്ന് പറഞ്ഞത്. ആ ഇരിക്കുന്ന ആൾക്കാരോട്, യുവാക്കളൊക്കെ അവിടെ ഇരിപ്പുണ്ട്, നരേന്ദ്രൻ ഉൾപ്പെടെയുള്ള യുവസംഘങ്ങളെല്ലാം അവിടെ ഇങ്ങനെ ചുറ്റും ഇരിപ്പുണ്ട്. അപ്പം അവരോട് തമാശയായിട്ട് പറഞ്ഞു, ദേ വന്നു, കറുപ്പ് തിന്നാൻ മയിൽ വീണ്ടും വന്നു. ഈ മയിലിന് ഒരു ദിവസം കറുപ്പ് കൊടുത്താൽ പിന്നെ അതേ സമയം അതേ ദിവസം വീണ്ടും അടുത്ത ദിവസം അതേ സമയം മയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നും പറഞ്ഞ് കളിയാക്കി അവിടെ ഇരിക്കുന്നവരൊക്കെ അന്ന് ചിരിച്ചു. അപ്പോൾ മാസ്റ്റർ യഥാർത്ഥത്തിൽ അന്ന് മാസ്റ്റർ വിചാരിച്ചത് ശരിയാണ്, രാപ്പകൽ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ചിന്ത മാത്രമാണ് എനിക്ക്. എപ്പോൾ കാണും ആരോ പിടിച്ച് വലിക്കുന്ന പോലെ ഇങ്ങനൊരു തോന്നൽ. അന്ന് എനിക്ക് അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. ഇന്നലെ ഇദ്ദേഹത്തെ അല്ല, അതായത് ആദ്യ ദിവസം വന്നപ്പോൾ കണ്ട ആളെ അല്ല ഇപ്പോൾ കാണുന്നത്. ഇന്നലെ ഇവിടെ വന്ന് ആദ്യമായി വന്ന് കണ്ടപ്പോൾ, സമാധിയിൽ കണ്ടപ്പോൾ പ്രേമാനന്ദത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു രൂപമാണ് ഞാൻ കണ്ടത്. ഇപ്പം നോക്കുമ്പോഴോ ഒരു പ്രാകൃത മനുഷ്യനെ പോലെ തമാശയൊക്കെ പറഞ്ഞിങ്ങനെ ആൾക്കൂട്ടത്തിലിരിക്കുന്നു. ഇദ്ദേഹം തന്നെയല്ലേ ആദ്യ ദിവസം എന്നെ ഉപദേശം തരും പോലെ ശകാരിച്ചയാൾ? അന്ന് ശകാരിച്ചു, കൊട്ടു കൊടുക്കുന്നുണ്ട്, ഈ വിവാഹത്തിൻ്റെ കാര്യമൊക്കെ ചോദിച്ച്. അന്ന് മാസ്റ്റർക്ക് 27 വയസ്സാണെന്ന് ആലോചിക്കണം. അപ്പോൾ അവിടെ കൂടിയിരുന്ന ചെറുപ്പക്കാരോട് ഭഗവാൻ അന്ന് പറഞ്ഞത്, ഈ മാസ്റ്റർ മഹാശയൻ്റെ ഇരിപ്പ്, മാസ്റ്റർ മഹാശയൻ വളരെ ഗൗരവത്തോടു കൂടിയാണ് അന്ന് അവിടെ വന്നിരുന്നത്. അപ്പോൾ മാസ്റ്റർ മഹാശയൻ്റെ ആ ഇരിപ്പ് കണ്ടിട്ട് ഭഗവാൻ അന്ന് ആ ചെറുപ്പക്കാരായിരുന്ന മറ്റ് നരേന്ദ്രാദികളോടൊക്കെ പറഞ്ഞത്, ഇവൻ അല്പം പ്രായം കൂടുതലുണ്ടെന്ന് തോന്നുന്നു, അതാണ് ആ മുഖത്ത് അങ്ങനെ ഒരു ഗൗരവം എന്ന് പറഞ്ഞ് അന്ന് കളിയാക്കുക വരെ ചെയ്തു. ഇതായിരുന്നു ആ തുടക്കം വരുന്നത്. പിന്നെ എന്ത് സംഭവിച്ചു? മാസ്റ്റർ മഹാശയന് പിന്നെ ഉണ്ടായ ഒരു സംശയം. കാര്യം ഇനി ഒരു ഗുരുവിനെ കണ്ടു, ഇനി അപ്പോൾ ഗുരുവിനെ കണ്ട സ്ഥിതിക്ക് ഇനി അടുത്ത സംശയമാണ് ഉണരുന്നത്. ഈശ്വരലാഭം എന്നാൽ എന്താണ് അർത്ഥം? ഇതായിരുന്നു മാസ്റ്റർ മഹാശയൻ്റെ ആദ്യത്തെ സംശയം. ഭഗവാനെ കണ്ട് ഭഗവാന്റെ ആദ്യത്തെ കുറേ സംഭാഷണങ്ങൾ കേട്ട ശേഷം മടങ്ങിപ്പോയി തിരിച്ചു വന്ന് ഭഗവാനിലുള്ള ഈ ആകർഷണം കൂടിയതായിട്ട് സ്വയം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മാസ്റ്റർ മഹാശയൻ അടുത്ത് ചിന്തിക്കാൻ തുടങ്ങിയത്, ഈശ്വരലാഭം എന്നാൽ എന്താണ് അർത്ഥം? ഈശ്വര ദർശനം എങ്ങനെ കിട്ടും? ഇതായിരുന്നു അടുത്ത ചോദ്യം, സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ ഏതൊരു ഭക്തനും ഇത് തന്നെയായിരിക്കും. ഏതൊരു ഭക്തനും ഒരു ഗുരുവിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഈശ്വര സന്നിധിയിലോ എത്തിക്കഴിഞ്ഞാൽ, ക്ഷേത്രത്തിലായാലും ഒക്കെ ചെന്നാലും, എല്ലാ ഭക്തന്മാരുടെയും ആഗ്രഹം, നമ്മുടെ എല്ലാം ഉള്ളിലുണ്ടാകുന്ന ഏക ആഗ്രഹം, ഈശ്വര സാക്ഷാത്കാരം എങ്ങനെ കിട്ടും, അല്ലെങ്കിൽ ഈശ്വരനെ കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടുമോ? ഇതാണ് നമ്മുടെ ഏക ലക്ഷ്യം. അപ്പോൾ അത് സാധാരണ ഒരു ഭക്തൻ്റെ കൂട്ട് തന്നെയാണ്. അന്ന് മാസ്റ്റർ മഹാശയനും ഇതേ സംശയങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ ഇതേ ആഗ്രഹം തന്നെയാണ് അന്നും ഉണ്ടായത്. അപ്പം അടുത്തതോ, മാസ്റ്റർ മഹാശയൻ തന്നെ സ്വയം തൻ്റെ അവസ്ഥയെക്കുറിച്ച് ഭാവന ചെയ്യുന്നുണ്ട്. ആ ഭാവന ചെയ്യുന്നത് എങ്ങനെ? അപ്പോഴേക്കും ഏതാണ്ട് 8 മാസം പിന്നിടുന്നു. ഭഗവാനെ കണ്ടിട്ട് 8 മാസം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ മാസ്റ്റർ മഹാശയൻ തന്നെ ഭാവനയിൽ കാണുകയാണ് താനും ശ്രീരാമകൃഷ്ണദേവനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് മാസ്റ്റർ തന്നെ സ്വയം മനസ്സിൽ കാണുകയാണ്, ഭാവന ചെയ്യുന്നു. എങ്ങനെയാണത്? ഒരു താമര വിടർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗന്ധം പരക്കുമ്പോൾ മറ്റ് പൂക്കളെയെല്ലാം ഉപേക്ഷിച്ചിട്ട് വണ്ടുകൾ ഈ താമരയിലേക്ക് വരാൻ തുടങ്ങും. ആ അവസ്ഥയാണിപ്പോൾ എനിക്കും വന്നത്. മറ്റെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ ശ്രീരാമകൃഷ്ണദേവനാകുന്ന താമരയുടെ ഒരു ഗന്ധമാണ് ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത് എന്ന് വളരെ ഭാവനാപൂർവം മാസ്റ്റർ മഹാശയൻ സ്വയം അന്ന് പറയുന്നുണ്ട്.
ഇതൊക്കെ മാസ്റ്റർ മഹാശയൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. 8 മാസം കഴിഞ്ഞപ്പോൾ, ഭഗവാനെ കണ്ട് 8 മാസം കഴിഞ്ഞപ്പോൾ. മാത്രമല്ല ശ്രീരാമകൃഷ്ണദേവൻ്റെ പ്രത്യേകതകൾ പിന്നീട് പതുക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. മാസ്റ്റർ മഹാശയൻ ശ്രീരാമകൃഷ്ണദേവൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിൽ പ്രധാനമായിട്ട് കണ്ടത്, ഭഗവാൻ ചില നിയമാവലികളൊക്കെ പറയാറുണ്ട് ഇടയ്ക്ക്. അതായത് ആ ഒരു ഭക്തൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഭഗവാൻ, ഒരു ഗൃഹസ്ഥ ഭക്തൻ എങ്ങനെ ആയിരിക്കണം എന്ന് ഭഗവാൻ ചില നിഷ്കർഷകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേസമയം സന്യാസിമാരാകാൻ പോകുന്നവർക്ക് കഠിനമായ നിയമം പാലിക്കേണ്ടി വരും. അപ്പോൾ ഒരു ഗൃഹസ്ഥാശ്രമി ഏത് തരത്തിലുള്ള നിയമം പാലിക്കണം, അഥവാ സന്യാസിയാകാൻ, അപ്പോൾ മാസ്റ്റർ മഹാശയനെ സംബന്ധിച്ച് ഇങ്ങനൊരു ഡെലിമയിൽ നിൽക്കുന്ന ആളാണ്. ഒന്ന് സന്യാസം സ്വീകരിക്കണോ, അല്ലെങ്കിൽ ഈ ലൗകികം ഉപേക്ഷിച്ച് സന്യാസിയാവണോ, അതോ ഗൃഹസ്ഥാശ്രമിയായി നിന്നുകൊണ്ട് ഭഗവാനെ ആരാധിക്കണോ, ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരു വല്ലാത്ത ഡെലിമയിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടെയാണ് ഭഗവാന്റെ ഉപദേശം മാസ്റ്റർ മഹാശയൻ ആദ്യം ലഭിക്കുന്നത്. അപ്പോൾ ഒരു ഗൃഹസ്ഥാശ്രമിയുടെ അവസ്ഥ എന്താണ്, അഥവാ സന്യാസിയാകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ. അപ്പം അത് മഹാകഠിനമാണെന്ന് മനസ്സിലായി, സന്യാസിയാവുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് വീണ്ടും വരികയാണ് മാസ്റ്റർ മഹാശയൻ. ഏകദേശം ഈ സന്ദർഭങ്ങൾ തന്നെയാണ് മാസ്റ്റർ അവിടെ വരുന്ന മറ്റുള്ള പാർഷദന്മാരായ ആളുകളിലെ പരിചയപ്പെടുകയാണ് മാസ്റ്റർ മഹാശയൻ. അതായത് മാസ്റ്റർ മഹാശയൻ വരുന്ന പോലെ തന്നെ മറ്റുള്ള ആളുകൾ പാർഷദന്മാർ. അപ്പോൾ നരേന്ദ്രനുണ്ട്, ഓരോരുത്തരും ഉണ്ട്. രാഖാല് വന്നിട്ടുണ്ട്, രാഖാലിനെ കണ്ടു, നരേന്ദ്രനെ കണ്ടു, ഭവനാഥനെ കണ്ടു. ഈശ്വരകോടികളാണെന്ന് ഭഗവാൻ ഇവരാണ് ഈശ്വരകോടികൾ എന്ന് ഭഗവാൻ മാസ്റ്റർ മഹാശയനെ പഠിപ്പിക്കുന്നുണ്ട് ഇവരെ. അപ്പം ഇതൊക്കെ കാണാൻ തുടങ്ങി. ഇങ്ങനെ വരുന്ന ഓരോരുത്തരെയും അവരെ ഭഗവാൻ വിശേഷിപ്പിക്കുന്നതും അവരും ഭഗവാനുമായിട്ടുള്ള റിലേഷൻസും എങ്ങനെയാണ് ഭഗവാൻ ഓരോരുത്തരെയും ട്രീറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം നേരിട്ട് പതുക്കെ പതുക്കെ കണ്ട് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോഴേക്കും 1883 ജൂൺ ആയി. അതായത് 1 വർഷവും 4 മാസവും പിന്നിടുന്നു. ഭഗവാനെ ആദ്യമായി കണ്ടിട്ട് 1 വർഷവും 4 മാസവും പിന്നിടുന്നു ഈ സന്ദർഭമായപ്പോഴേക്കും. പിന്നീട് ഭഗവാനോട് മാസ്റ്റർ തന്നെ ഭഗവാനോട് നേരിട്ട് പറയുന്നുണ്ട്. കുറെ കൂടെ അടുപ്പമായി, ഭഗവാനോട് കുറെ കൂടെ സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കാമെന്നായി. അപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിക്കാം എന്നുള്ളൊരു ഒരു ധൈര്യമൊക്കെ വന്നിട്ട് മാസ്റ്റർ ഭഗവാനോട് പിന്നീട് മാസ്റ്റർ മഹാശയൻ ഭഗവാനോട് തന്നെ ചോദിക്കുന്നുണ്ട്, ഈ ഈശ്വര, അതായത് എങ്ങനെയാണ് ഒരു യഥാർത്ഥ ഗുരുവിനെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവതാരത്തെ എങ്ങനെ മനസ്സിലാക്കും. ഇപ്പം ശ്രീരാമകൃഷ്ണദേവനിൽ ഒരു അവതാര ലക്ഷണം മാസ്റ്റർ മഹാശയന് ബോധ്യപ്പെട്ടു തുടങ്ങി. അപ്പം എങ്ങനെയാണ് ഒരു അവതാരത്തെ മനസ്സിലാക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു ഈശ്വരീയ പുരുഷനെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള ഒരു സംശയവുമായിട്ടാണ് പിന്നീട് ഭഗവാനുമായിട്ടുള്ള കോൺവെർസേഷൻസ് സംഭവിക്കുന്നത്. നമ്മൾ ആ സംഭാഷണത്തിലേക്കല്ല, ആ സന്ദർഭം മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചിരുന്നപ്പോൾ തന്നെ ഭഗവാൻ മാസ്റ്റർ മഹാശയനോട് ചോദിച്ചു, നീ എന്നെ എങ്ങനെ കരുതുന്നു എന്ന് ചോദിക്കുന്നത് അപ്പോഴാണ്. ഇത് മാസ്റ്റർ മഹാശയൻ മനസ്സിൽ വിചാരിക്കുന്നതും അത് തന്നെ ഭഗവാൻ ചോദിക്കുന്നതും ഒരേ സന്ദർഭത്തിലാണ്. അപ്പോൾ അന്ന് മാസ്റ്റർ മഹാശയൻ ഭഗവാനോട് പറഞ്ഞത് വളരെ ആലങ്കാരികമായിട്ടാണ് പറഞ്ഞത്. മാസ്റ്റർ മഹാശയൻ ഭഗവാനോട് സംസാരിക്കുന്നതൊക്കെ വളരെ ആലങ്കാരികമായിട്ട് സംസാരിച്ചു കളയും. അപ്പോൾ അതാണ് അവർ തമ്മിലുള്ള വലിയ ബന്ധം എന്ന് പറയുന്നതിൻ്റെ ഒരു ആ സംഭാഷണത്തിലൂടെ ആ ബന്ധം മനസ്സിലാക്കുക. എങ്ങനെയാണ് അവരിങ്ങനെ നോക്കണം, ഇത് വെറും 1 വർഷവും 4 മാസമേ പിന്നിട്ടുള്ളൂ. അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്നുള്ളത് ഇവരുടെ സംഭാഷണത്തിൽ കൂടെ നമുക്ക് മനസ്സിലാവും. മാസ്റ്റർ മഹാശയൻ തന്നെ ഭഗവാനോട് പറഞ്ഞത് എന്താണ്, ഭഗവാൻ അതായത് ശ്രീരാമകൃഷ്ണദേവൻ ആരാണ് എന്ന് മാസ്റ്റർ മഹാശയൻ ശ്രീരാമകൃഷ്ണദേവനോട് പറയുകയാണ് ചോദിച്ചപ്പോൾ. അതായത് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരാശിയെയും ഈശ്വരൻ നിർമ്മിച്ചത്, ഇതൊരു ഭാവനാത്മകമായിട്ട് പറയുന്നതാണ്. ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരാശിയെയും ഈശ്വരൻ നിർമ്മിച്ചത് ഒരച്ചുണ്ടാക്കിയിട്ട് അച്ചിൽ നിന്ന് ഇങ്ങനെ കുറേ എണ്ണം ഉണ്ടാക്കുകയായിരുന്നു. ഒരു പറയുന്നതിൻ്റെ ഒരു രസമാണത്.
ഇപ്പം സകല മനുഷ്യരാശിയിൽപ്പെട്ട എല്ലാത്തിനെയും ഈശ്വരൻ സൃഷ്ടിച്ചത് ഒരച്ചുണ്ടാക്കിയിട്ട് ആ അച്ചിൽ നിന്നിങ്ങനെ കുറേ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ ഈ ശ്രീകൃഷ്ണ വിഗ്രഹം ഇപ്പം ഗുരുവായൂർ ചെന്നാൽ കൃഷ്ണ വിഗ്രഹം കിട്ടുന്ന പോലെയാണ്. അതൊരച്ചാണ്. ആ അച്ചിലുള്ള 100 കണക്കിന് കൃഷ്ണ വിഗ്രഹങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. എല്ലാം ഒരുപോലെ ഇരിക്കും, ഒന്നിനും തമ്മിൽ വ്യത്യാസമില്ല. ഒരെണ്ണത്തിനുള്ള ആ രീതി തന്നെയായിരിക്കും എല്ലാത്തിനും. ഇതാണ്. പക്ഷേ ശ്രീരാമകൃഷ്ണദേവനെ ഈശ്വരൻ സൃഷ്ടിച്ചത്, മാസ്റ്റർമഹാശയൻ്റെ സംഭാഷണമാണ്, ശ്രീരാമകൃഷ്ണദേവനെ ഈശ്വരൻ സൃഷ്ടിച്ചത് സ്വന്തം കൈകൾ കൊണ്ടാണ്. കാരണം അതിന് ഒരു നേരിട്ട് കൈകൊണ്ട് നിർമ്മിച്ചതാണ് ഈ ശ്രീരാമകൃഷ്ണദേവനെ. അതുപോലെ മറ്റൊന്നും ഉണ്ടാവില്ല. ഈ ഒരെണ്ണം മാത്രമേ ഉണ്ടാകൂ. അതാണ് അവതാരം. ഇതാണ് മാസ്റ്റർ മഹാശയൻ ശ്രീരാമകൃഷ്ണദേവനെ കുറിച്ച് പറയുന്ന ആ ആലങ്കാരികമായ. അപ്പം ഇവിടം മുതൽ ആ ബന്ധം എത്രമാത്രം ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഘടനയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറെ കൂടെ അടുക്കുകയാണ്. തനിച്ച് ശ്രീരാമകൃഷ്ണദേവനുമായിട്ട് മാസ്റ്റർ ഇങ്ങനെ, ശ്രീരാമകൃഷ്ണദേവനും മാസ്റ്ററും തമ്മിൽ മാത്രം തനിയെ കുറേ സംഭാഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. തനിച്ച് ഇവർ സംഭാഷണം നടത്താറുണ്ട്. അപ്പം അതിനകത്ത് ഒരു ഭാഗം എടുത്താൽ, ഒരു ഭാഗം എടുക്കാം. ഇവർ തനിച്ച് സംഭാഷണം നടത്തുന്നത്. അതെ, തനിച്ച്. അപ്പം ചിന്മയ രൂപം എന്ത് എന്നുള്ള ചോദ്യം, അങ്ങനെ തുടങ്ങുന്ന കുറേ സംഭാഷണങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ സംഭാഷണം എന്ന് പറയുന്നത് ഭാഗം 13 വരുന്നതാണ്. 346. അപ്പോൾ ഇവർ മാസ്റ്റർ ശ്രീരാമകൃഷ്ണദേവനോട് ചോദിക്കുന്നത്, ഈശ്വരനാണ് എല്ലാം ആയിരിക്കുന്നത് എന്ന് വരികിൽ ഇത്രമേൽ ഭിന്ന രൂപങ്ങളുടെ ആവശ്യമുണ്ടോ? എന്താണ് ഇങ്ങനെ ഭിന്ന രൂപങ്ങൾ ഉണ്ടാകുന്നത് ഈശ്വരൻ? അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ അതിന് പറഞ്ഞു കൊടുത്ത മറുപടി, വിഭുരൂപേണ ഈശ്വരൻ സർവഭൂതങ്ങളിലും വാഴുന്നുണ്ട്. പക്ഷെ ശക്തിക്ക് തമ്മിൽ ഭേദമുണ്ട്. ചിലയിടങ്ങളിൽ വിദ്യാശക്തി, ചിലയിടങ്ങളിൽ അവിദ്യാശക്തി, ചിലയിടത്ത് അധിക ശക്തി, ചിലയിടത്ത് കുറഞ്ഞ ശക്തി. ഇപ്പോൾ മനുഷ്യരുടെ ഇടയ്ക്ക് തെമ്മാടികളും ചതിയന്മാരും ഉള്ളതുപോലെ തന്നെയാണ്. മൃഗങ്ങളിൽ കടുവ, മാൻ എന്നപോലെ. അപ്പോൾ ഈശ്വരൻ്റെ സൃഷ്ടിയിൽ ഈ വിഭിന്നമായ എല്ലാ തരത്തിലുമുള്ള വിഭിന്ന സൃഷ്ടികൾ ഈശ്വരൻ സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷെ എല്ലാത്തിലുമുള്ള ചൈതന്യം ഈശ്വരൻ്റെ തന്നെയാണ് എന്ന രീതിയിൽ മാസ്റ്ററോട് ആ ഈശ്വര ചൈതന്യത്തെക്കുറിച്ചുള്ള അവഗാഹം ലഭ്യമാകുന്ന തരത്തിൽ പേഴ്സണൽ കോൺവെർസേഷൻസ് അങ്ങനെ ധാരാളം ഇതിനകത്ത് പിന്നെ കാണാം. അപ്പോൾ മാസ്റ്ററെ ആദ്യം ഈശ്വരനെ അറിയാനുള്ള പരിശീലനം ശ്രീരാമകൃഷ്ണൻ നൽകുന്നുണ്ട്. ഈശ്വരനെ എങ്ങനെ അറിയാം എന്നുള്ളതിനൊരു പരിശീലനം ആദ്യമേ നൽകുന്നുണ്ട് മാസ്റ്റർക്ക്. കാരണം മാസ്റ്ററെ എങ്ങനെയാണ് ഈ ഒരുക്കിക്കൊണ്ട് വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഘടനയാണിത്. അപ്പോൾ അതിന് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ ഒരു കാര്യം, എങ്ങനെയാണ് ഈശ്വരനെ നമുക്ക് അറിയാൻ പറ്റുക? ഇതാണല്ലോ മാസ്റ്റർ മഹാശയൻ്റെ ചോദ്യം ഉണ്ടായത് നേരത്തെ. അപ്പോൾ എങ്ങനെയാണ് ഈശ്വരനുണ്ട് എന്ന് അറിയാൻ പറ്റുക എന്നുള്ളതിന് ഭഗവാൻ വളരെ മനോഹരമായിട്ട് ഒരു ഉത്തരം നൽകുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഭഗവാൻ ഒരു ഉദാഹരണത്തിലൂടെയാണ് പറഞ്ഞത്. ഒരു ചൂട് ഉണ്ട്, നല്ല ഒരു ചൂട് അനുഭവപ്പെടുന്നു എന്ന് വിചാരിക്കുക. ചൂട് അനുഭവപ്പെടുമ്പോൾ നമ്മൾ തീയെ ഓർക്കും. സത്യത്തിൽ തീയല്ല അവിടെ ഉള്ളത്, ചൂട് മാത്രമേ ഉള്ളൂ. ചൂട് ഉള്ളപ്പോൾ തീയെ ഓർക്കും. നാശമകാശനെ പറഞ്ഞ് പഠിപ്പിക്കുക. ഇപ്പം നമുക്കും അത് പ്രയോജനമാണ്. ചൂടുള്ളപ്പോൾ, ആ ചൂട് അനുഭവിക്കുമ്പോൾ തീയെ ഓർക്കണം. തീ അവിടെ ഇല്ല, പക്ഷെ തീയെ ഓർക്കണം. അതേപോലെ തണുപ്പ് അനുഭവപ്പെടുമ്പോൾ വെള്ളത്തെ ഓർക്കണം.
വെള്ളത്തിലല്ല നിൽക്കുന്നത്, വെള്ളമായിട്ട് യാതൊരു ബന്ധമില്ല, പക്ഷെ തണുപ്പേ വന്നുള്ളൂ. പക്ഷെ തണുപ്പ് തോന്നുമ്പോൾ തന്നെ വെള്ളത്തെ ഓർക്കണം. വെള്ള നിറമാണ് കാണുന്നതെങ്കിൽ പാലിനെ ഓർമ്മ വരണം. അപ്പൊ നമുക്ക് കണക്ഷൻ പോകുന്നത്, അതായത് കാണുന്ന അതായത് ഈശ്വരനെ അറിയുന്നത് എങ്ങനെ? ഈശ്വരനെ അറിയാൻ ഈശ്വരന്റെ വിഭൂതികളെയാണ് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ഈശ്വരന്റെ ആ അനുഗ്രഹ രൂപങ്ങളെയാണ് നമ്മൾ കാണുന്നത്. അത് കാണുമ്പോൾ ഈശ്വരനെ ഓർമ്മ വരണം. അങ്ങനെ വന്നാലേ പ്രയോജനമുള്ളൂ. അങ്ങനെ തോന്നിയില്ലെങ്കിൽ പ്രയോജനമില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം ചെറിയ ഉദാഹരണം, ഞാൻ കഴിഞ്ഞ ദിവസം കുട്ടികൾക്ക് വേണ്ടി ഒരു ഭഗവത്ഗീത ഒരു സെഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ അടുത്ത ക്ഷേത്രത്തിലാണ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഭഗവത്ഗീത സെഷനിൽ ഞാൻ കുട്ടികളോട് ചോദിച്ചു, ഭഗവത്ഗീതയിൽ എത്ര കഥാപാത്രങ്ങളുണ്ട് എന്ന് ഞാൻ ചോദിച്ചു. കുട്ടികളൊക്കെ മിടുക്കര് കുട്ടികളാണ് കേട്ടോ. അവർ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു, 4 കഥാപാത്രങ്ങളുണ്ട് എന്ന്. എനിക്ക് വലിയ സന്തോഷം തോന്നി. കുട്ടികൾ അവർ വ്യക്തമായി മറുപടി പറഞ്ഞു, 4 കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ എനിക്കും സന്തോഷമായി. കൊച്ചു കുട്ടികളാണ് കേട്ടോ, എല്ലാം ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ്സിൽ വരുന്ന കുട്ടികളാണ്, അല്ല വലിയ മുതിർന്ന കുട്ടികളൊന്നുമല്ല. 5, 6ാം ക്ലാസ്സിൽ ഈ ഉത്തരം പറഞ്ഞ ആൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. 4 കഥാപാത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഓരോ കഥാപാത്രങ്ങൾ ആരാണെന്ന് പറയാൻ പറഞ്ഞു. ഉടനെ അവൻ ആദ്യം പറഞ്ഞ പേര് ധൃതരാഷ്ട്രർ. അവൻ ആദ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞ അടുത്ത ആരാണ്? സഞ്ജയൻ. അടുത്ത ആരാണ്? അർജുനൻ. അടുത്ത ആരാണ്? ശ്രീകൃഷ്ണൻ. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, എന്തുകൊണ്ട് നിനക്ക് ശ്രീകൃഷ്ണൻ ആദ്യം തോന്നിയില്ല? അങ്ങനെയാണല്ലോ, ഗീത എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരേണ്ട രൂപം ശ്രീകൃഷ്ണനാണ്. പക്ഷേ നമ്മുടെ കുഞ്ഞിന് തോന്നിയത് ധൃതരാഷ്ട്രർ എന്നുള്ള തോന്നലാണ് വന്നത്. അത് ഗീത പഠിച്ചു വന്നപ്പോൾ ഉണ്ടായ ഒരു കൺഫ്യൂഷനാണ് അവന്. കാര്യം ഗീതയിൽ തുടങ്ങുന്നത് ധൃതരാഷ്ട്ര ഉവാച എന്നും പറഞ്ഞാണല്ലോ തുടങ്ങുന്നത്. അതുകൊണ്ട് അവൻ ആ ഓർഡറിൽ തന്നെ പറഞ്ഞു, ധൃതരാഷ്ട്രൻ, സഞ്ജയൻ, അർജുനൻ ആൻഡ് ദെൻ ശ്രീകൃഷ്ണൻ. പക്ഷേ യഥാർത്ഥത്തിൽ ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരേണ്ടത് ശ്രീകൃഷ്ണ രൂപമാണ്. അതാണ്, ഈശ്വരനെ വേണം ആദ്യം തോന്നാൻ. അതാണ് ഇവിടെയും പറഞ്ഞത്. ഭഗവാൻ ഇവിടെ പറയുന്നത്, ചൂട് എന്ന് പറയുമ്പോൾ തീയെ ഓർമ്മ വരുന്ന പോലെ, വെള്ളം എന്ന് പറയുമ്പോൾ തണുപ്പ് എന്ന് പറയുമ്പോൾ വെള്ളത്തെ ഓർമ്മ വരുന്ന പോലെ, വെള്ള നിറം എന്ന് പറയുമ്പോൾ പാലിനെ ഓർമ്മ വരുന്നത് പോലെ. എന്നാൽ ഇതിനി ബ്രഹ്മത്തെക്കുറിച്ചുള്ള ചിന്തയിലേക്ക് ഇതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ബ്രഹ്മത്തെക്കുറിച്ചുള്ള ചിന്ത, ഇതിനും മുകളിലേക്ക് ആ ചിന്ത പോകും. എങ്ങനെ പോകും? ഇപ്പോൾ പാല് എന്ന് ഓർക്കുമ്പോൾ ഉടൻ തന്നെ, അതായത് വെള്ള നിറം എന്ന് ഓർക്കുമ്പോൾ പാല് ഓർമ്മ വരുന്നു. പാല് ഓർക്കുമ്പോൾ പശുവിനെ ഓർമ്മ വരുന്നു. പശുവിനെ ഓർക്കുമ്പോൾ പിന്നെ പശുവുമായി ബന്ധപ്പെട്ട അങ്ങനെ ആ പ്രപഞ്ചത്തിലേക്ക് അങ്ങ് മാറിപ്പോകും. പശുപുല്ലിന്, പശുവിൻ്റെ അങ്ങനെ ആ പശുവുമായി ബന്ധപ്പെട്ട ആ പ്രപഞ്ചം മുഴുവനും നമ്മുടെ ഉള്ളിലേക്ക് ഒന്നിച്ചു വരും. അതാണ് ബ്രഹ്മം. വെള്ളം എന്ന് പറയുമ്പോൾ, തണുപ്പ് എന്ന് പറയുമ്പോൾ വെള്ളം എന്ന് ഓർമ്മ വരും. പക്ഷെ വെള്ളം എന്ന് പറയുന്നിടത്ത് നിൽക്കരുത്. ഈ ഓർമ്മ, വെള്ളം എന്നുള്ളത് നദിയിലേക്ക് പോകുന്നു, നദി പിന്നെ കടലിലേക്ക് പോകുന്നു, ആ സാഗരത്തിലേക്ക് എത്തുന്നു ചിന്ത. അത് ബ്രഹ്മം. അപ്പോൾ ഇത്രയും ഡെവലപ്പ് ചെയ്ത് പോകണം ഈ തോന്നൽ. അപ്പം നമ്മുടെ മുമ്പിൽ കണ്ടതൊരു വെള്ളം, തണുപ്പ്, നമുക്ക് അനുഭവപ്പെട്ടത് തണുപ്പ് അനുഭവപ്പെടുമ്പോൾ തന്നെ വിസ്തൃതമായ സാഗരത്തിലേക്ക് നമ്മുടെ ചിന്ത പോകണം അത്രയും പെട്ടെന്ന്. ഇതാണ് ഈശ്വരനെ കുറിച്ചുള്ള ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഈ ഒരു ഫിനോമിനയാണ്. ഭഗവാന്റെ ഒരു വിഭൂതിയെ നമ്മൾക്ക് ബോധ്യം വരുമ്പോൾ ആ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മത്തെ ഒറ്റയടിക്ക് നമ്മുടെ ഉള്ളിൽ വരണം. അല്ലാതെ ആ പർട്ടിക്കുലർ ഡയറ്റിയിൽ നിന്ന് പോകരുത് എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ കാര്യം. അതാണ്. അപ്പം എത്ര ഗംഭീരമായിട്ടാണ് ഈ ഒരു വിഷയത്തെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം നമുക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിൻ്റെ ഒരു ആഴമൊന്ന് നോക്കൂ. തീയെന്ന് ഓർത്താൽ, ചൂടെന്ന് ഓർത്താൽ തീയിൽ നിൽക്കുന്നില്ല. ആ തീക്ക് അപ്പുറത്തേക്ക് ആ തീ സൃഷ്ടിക്കപ്പെടുന്ന വിറകുണ്ടാകുന്ന മരം നിൽക്കുന്ന കാട്, അങ്ങ് പോവുകയാണ് ചിന്ത. ഈ ബ്രഹ്മാണ്ടത്തിലേക്ക്, ഈ പരബ്രഹ്മ സ്വരൂപത്തിലേക്ക് നമ്മുടെ ചിന്ത അങ്ങ് പോവുക. ആദ്യം തീയിലെ ചൂടെന്ന് പറയുമ്പോൾ തീ വരെ പോയുള്ളൂ. പക്ഷെ അതൊരു ബ്രഹ്മത്തിലേക്ക് മാറണമെങ്കിൽ അതിൻ്റെ തുടർന്നുള്ള മുഴുവൻ ഫിനോമിനയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒറ്റയടിക്ക്. ഇങ്ങനെയാണ് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തേണ്ടത്
എന്ന് ഭഗവാൻ മാസ്റ്റർ മഹാശയനെ പഠിപ്പിക്കുന്നത് ഈ വിധത്തിലാണ്. അപ്പോൾ ഇങ്ങനെ പോയാൽ എന്താണ് സംഭവിക്കുക എന്നും മാസ്റ്റർ മഹാശയനോട് പറയുന്നുണ്ട്. അതായത് അജ്ഞാനവും ജ്ഞാനവും രണ്ടും, അതായത് അജ്ഞാനവും ജ്ഞാനവും ഇല്ലാതാവണം, അജ്ഞാനവും ഇല്ലാതാകണം, ജ്ഞാനവും ഇല്ലാതാകണം. അതായത് ഭഗവാൻ സ്ഥിരം പറയുന്ന ഒരു ഇതുണ്ട്, മുള്ളിനെ മുള്ളുകൊണ്ട് എടുത്ത് കളയണം എന്ന് പറയുന്ന ഒരു ഉദാഹരണം. അപ്പം മുള്ളിനെ മുള്ളുകൊണ്ട് എടുത്ത് കളഞ്ഞിട്ട് ആ മുള്ളും കളയണം, ആ ഉപയോഗിച്ച മുള്ളും കളയണം. ഇല്ലെങ്കിൽ ആ മുള്ള് കയ്യിൽ കരുതിയിരുന്നാൽ പിന്നീട് അത് വീണ്ടും നമുക്ക് അപകടമായിട്ട് വരും. അപ്പം രണ്ടും കളയണം. ജ്ഞാനം കിട്ടിയാൽ ജ്ഞാനവും ഉപയോഗിക്കണം, അല്ല അജ്ഞാനത്തെയും ഒഴിവാക്കണം, പിന്നെ ഈ ജ്ഞാനത്തെയും കൂടെ കളയണം. എങ്കിലേ നമ്മൾക്ക് ആ പരബ്രഹ്മ സ്വരൂപത്തിലേക്ക് എത്താൻ പറ്റും. അർത്ഥരഹിതമായ ഒരു പരബ്രഹ്മ സ്വരൂപത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇതാണ് ഭഗവാൻ മാസ്റ്റർ മഹാശയനെ ആധ്യാത്മിക തലത്തിലേക്ക് ഉയർത്തുന്ന ആദ്യത്തെ ക്ലാസ് വരുന്നത് ഇവിടെയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഈ ഒരു പോർഷൻ കൂടെ ഒന്ന് കണ്ടിന്യൂ, ഒരു 2 മിനിറ്റ് എടുക്കുള്ളൂ. മാസ്റ്റർ മഹാശയൻ ശ്രീരാമകൃഷ്ണദേവനെ പിന്നീട് കാണുന്നത് ജഗന്മാതാവുമായിട്ട് സംഭാഷണം ചെയ്യുന്ന ശ്രീരാമകൃഷ്ണദേവനെയാണ് കാണുന്നത്. അതിങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ട്. അതായത് മാസ്റ്റർ മഹാശയൻ തന്നെ സ്വയം വിചാരിച്ചു, ഇത് എൻ്റെ ഭാവനയാണോ അതോ ഞാൻ എൻ്റെ സങ്കല്പമാണോ, അത് ഞാൻ ഇങ്ങനെ സംഭാഷണം ചെയ്യുന്നത്, ഞാൻ കാളിമാതാവിനോട് സംഭാഷണം ചെയ്യുന്നത് എൻ്റെ സങ്കല്പമാണോ എന്ന് മാസ്റ്റർ മഹാശയനോട് ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ അമ്മ ഇല്ലെങ്കിൽ, അമ്മ തന്നെ അവിടെ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ സ്വകാര്യമായിട്ട് അമ്മയോട് പറയുന്നത്? മാസ്റ്റർ മഹാശയൻ വിചാരിച്ചത് ഇങ്ങനെ സംഭാഷണം, കാളിമാതാവിനോട് ശ്രീരാമകൃഷ്ണദേവൻ ഈ സംഭാഷണം, അവർ തമ്മിൽ സംഭാഷണം നടത്തുന്നത്, ശ്രീരാമകൃഷ്ണദേവൻ സംഭാഷണം നടത്തുന്നത് മാസ്റ്റർ മഹാശയൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ മാസ്റ്റർ മഹാശയന് മനസ്സിലായി, കാളിമാതാവ് അവിടെ ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ സംഭാഷണം നടത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ഭാവനയല്ല, ശരിക്കും അവർ തമ്മിൽ കാണുന്നുണ്ട് എന്ന് മാസ്റ്റർ മഹാശയന് ബോധ്യം വന്നു. കാര്യം ഇവരുടെ സംഭാഷണം എപ്പോഴും മാസ്റ്റർ മഹാശയനാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. പിന്നീട് മാസ്റ്റർ മഹാശയൻ ഉണ്ടാകുന്നത് ഗുരുദേവൻ്റെ ഹൃദയ മധ്യത്തിൽ സാക്ഷാൽ ഈശ്വരനെ മാസ്റ്റർ മഹാശയൻ ദർശിക്കുകയാണ്. അതായത് കാളിമാതാവ് ദേവി, ആ ദേവി തന്നെയാണ്, കാളിമാതാവ് തന്നെയാണ് മനുഷ്യരൂപം പൂണ്ട് അല്ലെങ്കിൽ മനുഷ്യരൂപത്തിൽ ശ്രീരാമകൃഷ്ണദേവനായി തൻ്റെ മുന്നിൽ ഇരിക്കുന്നതെന്ന് മാസ്റ്റർ മഹാശയന് പൂർണ്ണ ബോധ്യം വരുന്നു. ഓരോ ഘട്ടമായിട്ട് ഭഗവാനെ തിരിച്ചറിയുന്നതിൻ്റെ ഓരോ ഘട്ടം എന്ന് പറഞ്ഞതേ ഉള്ളൂ ഞാൻ. അപ്പം കാളിമാതാവും ഭഗവാനും ഒന്ന് തന്നെ എന്നൊരു തീരുമാനത്തിലേക്ക് മാസ്റ്റർ മഹാശയൻ എത്തുകയാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് മാസ്റ്റർ മഹാശയൻ, അതായത് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ആ മന്ത്രദീക്ഷ സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ മാസ്റ്റർ മഹാശയന് ശ്രീരാമകൃഷ്ണദേവൻ എന്താണ് എന്ന് പറയുന്നത്, അങ്ങ് സരളനും അതേസമയം ഗംഭീരനും, അങ്ങയെ അറിയാൻ മഹാപ്രയാസം. നമുക്ക് ഇത്രയും ഘട്ടം കടന്ന് വന്ന് മാസ്റ്റർ മഹാശയൻ കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ മന്ത്രദീക്ഷ കിട്ടുന്ന ഈ ഭാഗത്ത് എത്തുമ്പോൾ മാസ്റ്റർ മഹാശയൻ പറയുന്നതാണ്, അങ്ങ് സരളനാണ്, അതേസമയം ഗംഭീരനുമാണ്, പക്ഷേ എനിക്ക് അങ്ങയെ അറിയാൻ മഹാപ്രയാസം, എനിക്കൊട്ടും അറിയാൻ പറ്റുന്നില്ല. നോക്കൂ ഏതവസ്ഥയിലേക്കാണ് മാസ്റ്റർ മഹാശയൻ എത്തിച്ചേർന്നത്. അങ്ങനെയുള്ള മാസ്റ്റർ മഹാശയനാണ് ഇപ്പോൾ മന്ത്രദീക്ഷ സ്വീകരിച്ച് ഇനി നമ്മെ കൂടെ കൈപിടിച്ച് ഇതിലൂടെ നടത്തും. ഈ വചനാമൃതമാകുന്ന ആ വനാന്തരത്തിലൂടെ നമുക്ക് വഴിതെറ്റാതെ ഇനി മുന്നോട്ട് പോകാൻ നമ്മുടെ കൈപിടിക്കുന്നത് മാസ്റ്റർ മഹാശയൻ. അതാണ് ഈ 3-ാം അധ്യായം. എനിക്ക് അത് തൊടാൻ പറ്റിയില്ല, കാര്യം 3-ാം അധ്യായത്തിൽ ഭഗവാൻ ഒരു കഥ പറയാൻ പറയുന്നുണ്ട്. അതാണ് ആ 3-ാം അധ്യായത്തിൽ. ആ കഥ തന്നെ ഏറ്റവും മനോഹരമാണ്. അത് വളരെ വിസ്തരിച്ച് പറയാം. അത് ഇനി അടുത്തവണ നമുക്ക് ആ 3-ാം അധ്യായം ഒന്നുകൂടെ അടുത്തവണ പറയാം. എന്തായാലും മാസ്റ്റർ മഹാശയൻ്റെ ആ കരം ഗ്രഹിച്ചുകൊണ്ട് ഇനി ഭഗവാനിലേക്ക് നമ്മുടെ സഞ്ചാരം എന്ന് പറയുന്നത് മാസ്റ്റർ മഹാശയനിലൂടെയാണ്.
അങ്ങനെയാണ് നമ്മൾ ഭഗവാനിൽ ആ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് ഭക്തനെ നയിക്കപ്പെടുന്നത്. ഇനി ഇങ്ങനെയാണ്. അത്രയും ഗംഭീരമാണ് ഇനിയുള്ള ഓരോ ഭാഗവും. ഓരോ ഭാഗവും അത്രയും ഗംഭീരമാണ്. എത്ര പറഞ്ഞാലും, എത്ര നേരം ഇരുന്ന് പറഞ്ഞാലും, എങ്ങനെയൊക്കെ പറഞ്ഞാലും ഇത് അവസാനിക്കാൻ പോകുന്നില്ല. അത്ര ഗംഭീരമാണ്. അത് നമുക്ക് ആ വഴി തെളിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ നമസ്തേ നമസ്തേ. നമസ്തേ 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 നമസ്തേ. നാമം ജപിക്കാം. ശ്രീ ശാരദാദേവി. എല്ലാവർക്കും ഒത്തു നീന്താം.